എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതാ നോക്കി ഈ പാത്രത്തിരിക്കുന്ന ഐറ്റമാണ്. നല്ല റെഡ് കളറിൽ കളർഫുള്ളായിട്ടിരിക്കുന്ന ഐറ്റം ഉണ്ടല്ലോ, ഇതെന്ന് പറഞ്ഞാൽ റാഡിഷ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന കിംചിയാണ്. കാണാൻ മാത്രമല്ല ഭംഗി, കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അതുമാത്രമല്ല ഉണ്ടാക്കാനാണെങ്കിൽ അതിനെക്കാട്ടിയും വളരെ എളുപ്പമാണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കിംചി ഉണ്ടാക്കാൻ പോയാലോ? കിംചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ റാഡിഷാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഏത് റാഡിഷ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. റെഡ് കളറ് അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് കളറ്, ഗ്രീൻ കളറ്, ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഞാനിവിടെ ഇപ്പോൾ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ചെറിയ റാഡിഷാണ്, കുട്ടി റാഡിഷാണ്. അപ്പോൾ ഇതിൻ്റെ തണ്ടോട് കൂടിയാണ് വരുന്നത്. അപ്പോൾ ഈ കൊറിയയിൽ ഇപ്പോൾ റാഡിഷിൻ്റെ സീസണാണ്. അത് കാരണം തന്നെ പലതരത്തിലുള്ള റാഡിഷ് കിട്ടും. ഇങ്ങനെ ചെറുത് കിട്ടും, കുറച്ചുകൂടെ വലുത് കിട്ടും, പിന്നെ അതുപോലെ തന്നെ ഭയങ്കര വലുത് മുതുക്കനായിട്ടുള്ള റാഡിഷ് കിട്ടും. അപ്പോൾ ഞാനിന്ന് വാങ്ങിയേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ചെറുതായിട്ടുള്ള റാഡിഷാണ് വാങ്ങിയേക്കുന്നത്. കാരണം ഒപ്പാക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒപ്പാക്ക് ഇഷ്ടപ്പെട്ട കിംചി ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത്. ഇത് അല്ലാന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ സാധാരണ ഈ റാഡിഷിൻ്റെ കിംചി ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലതുപോലെ ഇതിനെ വൃത്തിയാക്കണം. കാരണം ഞാനിത് മാർട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്ന സമയത്ത് ഒരുപാട് ചെളിയൊക്കെ ഇങ്ങനെ പിടിച്ചിരിപ്പുണ്ടായിരുന്നു. കാരണം ഇവർ മണ്ണിൽ നിന്നിങ്ങനെ പിഴുതെടുത്തിട്ട് അതേപോലെ കൊണ്ട് മാർക്കറ്റിൽ വെച്ചേക്കുമായിരുന്നു. അത് കാരണം തന്നെ ഒരുപാട് മണ്ണുണ്ടായിരുന്നു. അങ്ങനെ ഫുള്ള് വൃത്തിയാക്കി അതിനുശേഷം പോകാത്ത മണ്ണോ ചെളി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ സ്ക്രബ് ചെയ്ത് കളയുവാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്കിന്ന് പീൽ ചെയ്ത് കളയാം. പക്ഷേ കൊറിയയിൽ റാഡിഷ് കിംചി ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ സ്കിന്ന് പീൽ ചെയ്യാറില്ല. അവർ ഒരുപാട് ടൈം എടുത്ത് അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടായാലും ഇങ്ങനെ ഈ സ്ക്രബ്ബർ പോലത്തെ ഐറ്റംസ് കൊണ്ട് ഇങ്ങനെ ഇതിൻ്റെ സ്കിന്നിങ്ങനെ വൃത്തിയാക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഞാനും അതേ രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കിനി വേണ്ടതെന്ന് പറഞ്ഞാൽ റാഡിഷിനെ ഒന്ന് 4ആയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓരോ പാർട്ടായിട്ട് ഇങ്ങനെ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് താഴത്തോട്ട് ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സ്പ്ലിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നീട് ഇതിൻ്റെ സോസ് ചേർക്കുന്ന സമയത്ത് ഇതിനുള്ളിലോട്ടൊക്കെ സോസ് നല്ലതുപോലെ എന്താ പറയുക തേക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ 4ആയിട്ട് ഇങ്ങനെ കീറിയെടുക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കല്ലുപ്പിട്ടിട്ട് വെക്കുന്നതാണ്. അപ്പോൾ ഈ കിംചിയിൽ നമ്മൾ ഈ കല്ലുപ്പിട്ട് കിംചി ഉണ്ടാക്കുന്ന റാഡിഷ് ആയാലും ക്യാബേജ് ആയാലും എന്ത് തന്നെ ആയാലും നമ്മൾ കല്ലുപ്പിട്ട് വേണം ഉണ്ടാക്കാൻ. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് കാരണം എനിക്കറിയത്തില്ല. ഞാൻ ഉമ്മയുടെ ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞെന്ന് പറഞ്ഞാൽ സാധാരണ പൊടിയുപ്പാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ കിംചിയിലൊരു ചവർപ്പ് അല്ലെങ്കിൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കല്ലുപ്പ് തന്നെ യൂസ് ചെയ്യുന്നത്. മാത്രമല്ല നമ്മൾ ഈ കല്ലുപ്പ് ഇട്ട് വെക്കുന്ന സമയത്ത് കറക്റ്റ് ടൈമിങ് കൂടുകയോ കുറയുകയോ ചെയ്യാൻ പാടില്ല. കറക്റ്റ് ടൈമിങ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ കിംചിയുടെ ടേസ്റ്റേ മാറിപ്പോകും എന്നാണ് പറഞ്ഞത്. ഞാൻ കല്ലുപ്പെല്ലാം ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം, അതായത് ഈ കല്ലുപ്പ് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള വെള്ളം മാത്രം ഒന്നിങ്ങനെ ചെറുതായിട്ട് ഇച്ചിരി പോലും ഒന്നിങ്ങനെ എന്താ പറയുക ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത് നോക്കി ഞാൻ 1 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് എനിക്ക് ആവശ്യമുള്ള ആ ഒരു രീതിക്ക് ഇത് നല്ലതുപോലെ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് കറക്റ്റ് പരുവമായിട്ടുണ്ടോ ഇല്ലയെന്ന് എങ്ങനെയാണ് അറിയാമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന റാഡിഷ് എടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒടിച്ച് നോക്കുക. ഇത് എന്താ പറയുക കറക്റ്റ് ആ ഒരു ഈ കിംചി ഉണ്ടാക്കാനുള്ള ആ പരുവം ആയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒടിഞ്ഞു പോകും. ആ കറക്റ്റ് പരുവം ആയി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒടിയത്തില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു ജെല്ലി പോലെ എന്താ പറയുക ഈ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഒടിയത്തില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണ് കറക്റ്റ് പറഞ്ഞുതരാൻ എനിക്കറിയത്തില്ല. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റ് നമുക്ക് വേണ്ട അളവിൽ ഇതിൽ ഉപ്പെല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൽ വീണ്ടും ഉപ്പ് പിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഉപ്പായി പോകും. നമ്മുടെ കിംചി കഴിക്കാൻ പറ്റാതായി പോകും കയ്പ്പ് കാരണം. അത് കാരണം തന്നെ ഞാൻ നല്ലതുപോലെ ഫുള്ള് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട സോസിന് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ റെഡ് ചില്ലിയാണ്. അത് കളറിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ നാട്ടിൽ സാധാ കിട്ടുന്ന കശ്മീരി ചില്ലി ഉണ്ടല്ലോ, അത് യൂസ് ചെയ്താലും മതി. ഇപ്പം ഉണക്ക കശ്മീരി ചില്ലിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളം എടുത്ത് കുതിർത്തി എടുത്താലും മതി. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ചെറിയൊരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ചെറിയൊരു സവാള, കുറച്ച് കുക്ക് ചെയ്ത ചോറല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കപ്പി
ഇച്ചിരി പോലും മാവ് കപ്പി കാച്ചി എടുക്കാം. കുറച്ച് മാവ് എടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ കുറുക്കി എടുത്താലും മതി. അതിനെയാണ് കപ്പി കാച്ചുക എന്ന് പറയുന്നത്. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്ന കൊറിയൻ പിയറാണ്. അപ്പോൾ കൊറിയൻ പിയർ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആപ്പിൾ എടുത്താൽ മതി. സാധാരണ ആപ്പിളാണ് യൂസ് ചെയ്യാറ്. ഇപ്പോൾ കൊറിയൻ പിയറിൻ്റെ സീസൺ ആയതുകൊണ്ടാണ് ഞാൻ കൊറിയൻ പിയർ യൂസ് ചെയ്തത്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഫിഷ് സോസ് വേണം, പിന്നെ കുറച്ച് റെഡ് ചില്ലി പൗഡറും, പിന്നെ ഇവിടെ ഓപ്ഷണലായിട്ടുള്ളൊരു ഐറ്റം ഉണ്ട്, അതായത് സോൾട്ടഡ് ഷ്രിമ്പാണ്. ഇത് വളരെ ഓപ്ഷണലാണ്. ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് കൂടും, ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പം ഈ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഐറ്റംസ് എല്ലാം നമ്മുടെ നാട്ടിൽ കിട്ടുന്നതാണല്ലോ. ആപ്പിൾ കിട്ടും, മുളക് കിട്ടും, ജിഞ്ചർ ഗാർലിക് കിട്ടും, ഫിഷ് സോസും കിട്ടും, പിന്നെ കുറച്ച് ചോറെടുത്താൽ മതി, അല്ലെങ്കിൽ കപ്പി കാച്ചി എടുത്താലും മതി. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്തൊന്ന് അടിച്ചെടുക്കുക. അതിലോട്ട് നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ, അരിഞ്ഞ് വെച്ചേക്കുന്ന സ്പ്രിംഗ് ഒനിയൻ ചേർക്കുന്നുണ്ട്. സ്പ്രിംഗ് ഒനിയൻ നല്ലതുപോലെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഓരോ റാഡിഷായിട്ട് എടുത്തിട്ട് നമുക്ക് അതിൽ നല്ലതുപോലെ ഈ സോസിനെ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇതിന് ഉള്ളിലോട്ടും നമ്മൾ സോസ് തേച്ച് പിടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ 4ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഒരു പീസ് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഉപ്പെല്ലാം കറക്റ്റ് എനിക്ക് വേണ്ട കിംജിക്ക് വേണ്ട അതേ ഒരു അളവിലാണ്, കറക്റ്റ് അളവിൽ ഉപ്പെല്ലാം പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സോസ് ആണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയുമില്ല. പിന്നെ ഈ സോസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെടുക്കുന്ന ഫ്രൂട്ട്, അതായത് ആപ്പിള് ഒരുപാട് മധുരമില്ലാത്ത ആപ്പിളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഷുഗർ, സത്യത്തിൽ കിംജിയിൽ ഷുഗർ ചേർക്കാൻ പാടില്ല. ഇവിടെ കൊറിയയിൽ ഷുഗറിന് പകരം ന്യൂ ഷുഗർ എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പ്ലം സിറപ്പ് യൂസ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി പോലും ഷുഗർ ചേർത്താലും കുഴപ്പമില്ല, ഒരു സ്വീറ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ട്. പക്ഷേ ഞാനിവിടെ ഷുഗർ ചേർക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തേക്കുന്ന പിയറിന് നല്ല മധുരമായിരുന്നു. അത് കാരണം തന്നെ ഷുഗർ ചേർക്കേണ്ട ആവശ്യം വന്നില്ല. അപ്പം ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട് ഈ സോസ് എല്ലാം. ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ ഫെർമെൻറ്റേഷൻ ചെയ്യിപ്പിക്കണം. അപ്പോൾ ഈ കിംജിയുടെ ടേസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഫെർമെൻറ്റേഷൻ ചെയ്യുന്ന സമയത്താണ് ടേസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫ്രഷായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന കിംജിയുണ്ട്. അപ്പോൾ അതിന് കുറച്ച് ടേസ്റ്റ് ഫ്രഷായിട്ട് നമ്മൾ ഉണ്ടാക്കിയ കിംചി കഴിക്കുന്നതിന് വേറൊരു ടേസ്റ്റും, അതേപോലെ തന്നെ ഫെർമെൻറ്റേഷൻ കഴിഞ്ഞിട്ട് കഴിക്കുന്നതിന് വേറെ ടേസ്റ്റുമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കാലാവസ്ഥ ഇപ്പോൾ തണുപ്പായത് കാരണം നമുക്ക് ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 2-2.5 ദിവസം വേണ്ടി വന്നു. ഞാനിപ്പോൾ ഉണ്ടാക്കിയ കിംച്ചിക്ക് ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടി 2.5 ദിവസം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ചൂടുള്ള കാലാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു ദിവസം ഇരുന്നാൽ മതി ഫെർമെൻറ്റേഷൻ സംഭവിക്കും. അപ്പോൾ എങ്ങനെയാണ് ഫെർമെൻറ്റേഷൻ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാനില്ല. നല്ലതുപോലെ ഈ സോസ് എല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു കണ്ടെയ്നർ എടുക്കുക. അപ്പോൾ ഇവിടെ കൊറിയയിൽ നമുക്ക് കിംചി ഇങ്ങനെ സൂക്ഷിക്കുന്ന കണ്ടെയ്നറുകൾ ഇഷ്ടം പോലെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഞാനതാ ഇവിടെ ഒരു ചെറിയ പാത്രത്തിലാണ്, ചെറിയ കിംചി കണ്ടെയ്നറിനകത്ത് എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അടച്ച് ഇനി 2-2.5 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പം ഫുള്ള് ഈ 2 ദിവസം നമ്മൾ തുറക്കാനേ പാടില്ല, ടൈറ്റായിട്ട് അടച്ച് തന്നെ വെച്ചേക്കണം, എങ്കിലേ അതിനുള്ളിൽ ഫെർമെൻറ്റേഷൻ നല്ലതുപോലെ നടക്കത്തുള്ളൂ. അങ്ങനെ ഇതാ 2.5 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഫെർമെൻറ്റേഷൻ എല്ലാം നല്ലതുപോലെ സംഭവിച്ചിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് തുറന്ന് നോക്കാം ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന്. അപ്പോൾ ഇത് തുറക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നല്ലൊരു മണമായിരുന്നു. മണം എന്ന് പറഞ്ഞാൽ തുറന്ന സമയത്ത് നമ്മുടെ വായിൽ നിന്ന് വെള്ളം അങ്ങ് വരുന്ന രീതിക്ക്, ആ മണം തന്നെ അടിച്ചപ്പോഴത്തേക്ക് വായിൽ നിന്ന് വെള്ളം വന്നു. ആ രീതിക്ക് നല്ലതുപോലെ ഫെർമെൻറ്റേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇതിനകത്ത് നോക്കിയ വെള്ളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഈ വെള്ളം ഇങ്ങനെ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ഫെർമെൻറ്റേഷൻ സംഭവിച്ചാൽ മാത്രമാണ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരുന്നത്. അതായത് റാഡിഷിൽ നിന്നുള്ള വെള്ളമാണ് ഇറങ്ങിയിട്ടുള്ളതും. അടിപൊളി മണമായിരുന്നു. മണം മാത്രമല്ല അടിപൊളി ടേസ്റ്റുമായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും അടിയിലിരുന്ന റാഡിഷിനെ മുകളിലോട്ട് ആക്കി കൊടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ആ ഫെർമെൻറ്റേഷൻ സംഭവിച്ച വാട്ടർ ഉണ്ടല്ലോ, അത് ഏറ്റവും അടിയിൽ മാത്രമാണ് നിൽക്കുന്നത്. അപ്പം മുകളിലോട്ട് ഇത് വരുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫുള്ള് ഇങ്ങനെ കൈ കൊണ്ട് ഇളക്കി മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നോക്കിയാൽ
അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഡെലീഷ്യസ് ആയിട്ടുള്ള കിംചി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഐറ്റംസ് മാത്രം മതി ഈ കിംചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കിംചിയുടെ ടേസ്റ്റ് എന്താ, എങ്ങനെയാണ് കിംചി ഇരിക്കുന്നതെന്ന് പറഞ്ഞു തരുമെന്നൊക്കെ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഈ കിംചി എന്തായാലും ഉണ്ടാക്കി നോക്കുക. അതുമാത്രമല്ല, കിംചി എന്ന് പറയുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വളരെയധികം ബെനിഫിറ്റ് ഉള്ളൊരു ഐറ്റമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഗട്ട് ഹെൽത്തിന് വളരെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് കിംചി. കിംചി കഴിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വയറിനുള്ളിലുള്ള ഒരുപാട് പ്രോബ്ലംസൊക്കെ ഒഴിവായി കിട്ടും. പിന്നെ അതുമാത്രമല്ല, കിംചി കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ, ക്ലിയർ ആയിട്ടുള്ള അങ്ങനെ ക്ലിയർ ആവാനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കുമെന്നാണ് തോന്നുന്നത്. അതിൽ കൊറിയക്കാരുടെയൊക്കെ സ്കിന്ന് നല്ല ഇതായിട്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ഒരു ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഫുഡ് ഒരുപാട് കഴിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.